ഹലോ ഫ്രണ്ട്സ്, വൈകുന്നേരമായപ്പോൾ വിഷ്ണുവേട്ടൻ ടൗണിലേക്ക് പോയാലോ ചോദിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ആളുടെ മൂഡ് മാറുമ്പോഴേക്കും വേഗം ചാടിക്കയറി റെഡിയായി ബൈക്കിൽ നമ്മളിപ്പോൾ വടക്കഞ്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. വേറൊന്നുമല്ല, ഉണ്ണി ഇപ്പം അംഗൻവാടി പോകാൻ തുടങ്ങിയല്ലോ, അപ്പോൾ അവൾക്ക് വാട്ടർ ബോട്ടിലില്ല. അപ്പോൾ നല്ല ഒരെണ്ണം മേടിക്കണം. നമ്മൾ വന്നത് റിലയൻസിലേക്കാണ് കേട്ടോ. റിലയൻസിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, മിക്കവാറും വരാറുണ്ട് ഒഴിവ് സമയങ്ങളിൽ. എന്താണെന്ന് വെച്ചാൽ ഒന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ സമയം പോകാനെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് പോകും. ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണീനെ കൊണ്ടുവന്നില്ല. ഉണ്ണീനെ വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട്, അവരുടെ അടുത്ത് ആക്കിയിട്ടാണ് വന്നത്. പക്ഷേ വിചാരിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കേക്കിൻ്റെ ഓഫറുകളുണ്ട് കേട്ടോ. പ്ലം കേക്കിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട്. ചോക്ലേറ്റ് ബ്രൗണി, പുഡിങ്, അങ്ങനെ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഓളം ആക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിഷ്ണുവേട്ടൻ ഈ ചിരിച്ചിട്ട് മോളെ തന്നെ ചീത്ത പറഞ്ഞിട്ട് പോവാണ്. മുകളിലേക്ക് എന്താ പോവാത്ത, അവിടെ അല്ലേ വാട്ടർ ബോട്ടിൽ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. പോകുന്ന വഴിക്കുള്ള സാധനങ്ങളൊക്കെ പെറുക്കി പെറുക്കി നോക്കുകയാണ് എൻ്റെ മെയിൻ ഹോബി. എല്ലാ സാധനങ്ങളും ഒന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കണം, അല്ലെങ്കിൽ ഒന്ന് നോക്കണം. വാങ്ങിയില്ലെങ്കിലും അങ്ങനെ നോക്കുന്നത് എനിക്കൊരു ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മുകളിൽ പോയപ്പോൾ ലേഡീസിൻ്റെ കുർത്തീസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ലേഡീസിൻ്റെ മാത്രമല്ല, ജെൻസിൻ്റെയും കുട്ടികളുടെയും അതൊക്കെ നല്ല ഇഷ്ടമായി. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ പോയത്, പിന്നെ ആ ഭാഗത്തേക്കൊന്നും നോക്കിയില്ല. പിന്നെ വിഷ്ണുവേട്ടനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ശാന്തി എന്ന് പറഞ്ഞ ചേച്ചി യാദൃശ്ചികമായി കണ്ടുമുട്ടി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടാണ്. 2-3 വർഷം ചേച്ചി ഞാനുമായിട്ട് കോണ്ടാക്റ്റേ പോയി. നമ്പർ മിസ്സായി പോയി, രണ്ടാളുടെ നിന്നും ഫോണ് മാറ്റി. അപ്പോൾ ചേച്ചി അതിനുള്ള റീസൺ വീട് ഷിഫ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് കേട്ടോ ചേച്ചിയുടെ ഭർത്താവ്. നല്ല സ്നേഹമാണ് രണ്ടാളും. പിന്നെ അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വിഷ്ണുവേട്ടന് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതൊന്ന് എടുത്ത് മെക്കാനിക്കാൻ തോന്നും. ഇതൊക്കെ വാങ്ങണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരാവശ്യമില്ലെങ്കിലും നമ്മൾ കുറേ ഹോം അപ്ലയൻസ് ഒക്കെ കുറേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കുക്കർ സാധനങ്ങൾ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒന്നും വാങ്ങിയൊന്നുമില്ല, സമയം പോകണ്ടേന്ന് വെച്ചിട്ട് നമ്മൾ വേഗം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ വിഷ്ണുവേട്ടൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കുള്ള നല്ല ബോട്ടിൽസ് ഒന്നും അവിടെ കിട്ടിയില്ല. പിന്നെ എന്തായാലും നാളെ അവൾ എന്തെങ്കിലും വെള്ളം കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ടൗണിൽ വേറെയും കടയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് പോവാണ്. പിന്നെ അവിടെ നിന്ന് പാർട്ടീൻ്റെ ഇലക്ഷൻ ആയതുകൊണ്ട് പാർട്ടീൻ്റെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് റോഡിൽ ഇത്തിരി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബൈക്ക് ഒരു സൈഡിലാക്കിയിട്ട് നമ്മൾ VVRലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. VVR എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ടൗണിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ നേരെ കയറി ചെന്നത് VVRൻ്റെ ഇപ്പുറത്തേക്കുള്ള ഷോപ്പിൽ. അവിടെ പോയിട്ട് ഞാൻ ചോദിക്കുകയാണ് വാട്ടർ ബോട്ടിൽ ഉണ്ടോയെന്ന്. അപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട്, ഇവിടെയല്ല മോളെ, നീ അപ്പുറത്തെ ഷോപ്പിലേക്കാണ് പോകേണ്ടതെന്ന്. അങ്ങനെ അതൊരു വലിയൊരു ചമ്മലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ചമ്മി ഇറങ്ങി പിന്നെ ശരിക്കും VVRൽ തന്നെ പോയി. അവിടെ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, ഭയങ്കരമായ തിരക്ക്. പിന്നെ അത് ക്ലോസിങ് ടൈമും കൂടി ആയതുകൊണ്ട് അവിടെ നമുക്ക് നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് അവിടെ നിന്ന് മുകളിൽ പോകേണ്ട, മുകളിൽ പോയപ്പോൾ ഗൈസ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും. VVRൽ നമുക്ക് എന്ത് സാധനവും കിട്ടും കേട്ടോ. അപ്പോൾ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ, ബക്കറ്റ്, അത് ഇത് ഒരുപാട് സാധനങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. വിഷ്ണുവേട്ടൻ ബോട്ടിൽ നോക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ നോക്കി ഇരിക്കുന്നു. പിന്നെ ഈ ഒരു സെക്ഷൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗോൾഡിൻ്റെ ആൻറ്റിക് കളക്ഷൻസ് പോലത്തെ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞൊരു ലാഫിംഗ് ബൂത്തിനെ ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ അതിൻ്റെ സൈഡ് പൊട്ടുകൊണ്ട് അത് ഞാൻ എടുത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ അത് എടുത്തേനെ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ നോക്കി. പിന്നെ കുറേ നോക്കിയപ്പോൾ വാട്ടർ ബോട്ടിൻ്റെ സെക്ഷനൊന്നും അവിടെ കാണാനില്ല. രാത്രി ആയതുകൊണ്ട് സ്റ്റാഫുകളൊന്നുമില്ല. പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറേ പാത്രങ്ങൾ സാധനങ്ങൾ മാത്രം അങ്ങനെ കറപറാന്ന് ഇട്ടിരിക്കുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു ഗൈസ്. പിന്നെ അധികം നിന്നില്ല. ഉണ്ണിക്ക് ചെറിയൊരു വാട്ടർ ബോട്ടിൽ